ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q1 ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. നമ്മുടെ ക്ലിനിക്കിലും അതുപോലെ ചുറ്റുപാടുമൊക്കെ ഒരുപാട് പേരുടെ കാലിൽ വെയിനൊക്കെ വീർത്ത് തടിച്ച് പാമ്പ് പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ കാലിൻ്റെ കുഴയ്ക്ക് നീരാവും, അതുപോലെ സ്കിന്നിനൊക്കെ ഒരു കളർ ചേഞ്ചൊക്കെ കാണാം. ഈ കണ്ടീഷനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് എന്താണ് വെരിക്കോസ് വെയിനും എങ്ങനെ ഉണ്ടാവുന്നു എന്നും എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന കണ്ടീഷൻ കാലുകൾക്ക് മാത്രമല്ല ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും ഉണ്ടാവാം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിലുള്ള അശുദ്ധ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലെത്തിക്കാനുള്ള ആ പ്രവർത്തനം നടക്കാതെ വരും. നമ്മുടെ കാലിലെ കണ്ണയിലെ മസിൽ, അതായത് സോളിയസ് എന്ന് പറയും, നമ്മുടെ രണ്ടാം ഹൃദയം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഓടുമ്പോഴും അങ്ങനെയുള്ള എന്തെങ്കിലും എക്സസൈസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് ഈ അശുദ്ധ രക്തം ഹൃദയത്തിലെത്തുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഈ അശുദ്ധ രക്തം, കാലിലുള്ള അശുദ്ധ രക്തം തിരിച്ച് ഹൃദയത്തിൽ എത്താതെ വരുന്നതുകൊണ്ടാണ് നമുക്ക് കാലുകൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്കിങ്ങനെ ഉണ്ടാകാം എന്ന് നോക്കാം. വെരിക്കോസ് വെയിൻ തന്നെ രണ്ട് രീതിയിൽ ഉണ്ടാവാം. പ്രൈമറി വെരിക്കോസ് വെയിനും സെക്കൻഡറി വെരിക്കോസ് വെയിൻ. പ്രൈമറി വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്താണോ ബാധിച്ചത് അവിടുത്തെ രക്തക്കൊഴലുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് പ്രൈമറി വെരിക്കോസ് വെയിൻ. ഈ സെക്കൻഡറി വെരിക്കോസ് വെയിൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡറി വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് ഈ രക്തം തിരിച്ച് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് സെക്കൻഡറി വെരിക്കോസ് വെയിൻ. എന്തൊക്കെയാണ് ഈ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞല്ലോ, കാലിലെ വണ്ണയിലെ മസിലാണ് സോളിയസ്. ഈ മസിൽ കൺട്രാക്ട് ചെയ്യുന്നതും റിലാക്സ് ചെയ്യുന്നതും വഴിയാണ് നമുക്ക് അശുദ്ധ രക്തം തിരിച്ച് ഹൃദയത്തിലെത്തുന്നത്. ഈ മസിലിന് എന്തെങ്കിലും വീക്ക്നെസ്സോ അല്ലെങ്കിൽ ബലക്കുറവോ ഉണ്ടെങ്കിൽ ഈ പമ്പിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. രണ്ടാമതായിട്ട് നമ്മുടെ വെയിനുകളിൽ ഉള്ളിൽ വാൽവുകളുണ്ട്. ഈ വാൽവുകളാണ് രക്തത്തെ തിരിച്ച് കാലിലോട്ട് വരാതെ ഹൃദയത്തിലോട്ട് തന്നെ പമ്പ് ചെയ്ത് കയറ്റിവിടുന്നത്. ഈ വാൽവുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വെരിക്കോസ് വെയിനുകൾ ഉണ്ടാവും. മൂന്നാമതായിട്ട് നമ്മൾ പ്രായം ചെല്ലുമ്പോഴൊക്കെ എല്ലാ അവയവങ്ങൾക്കും ക്ഷീണം സംഭവിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ രക്തക്കൊഴലുകൾക്ക് ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവാം. അടുത്തതായിട്ട് അമിതവണ്ണം വരുമ്പോൾ, അതുപോലെ വ്യായാമക്കുറവൊക്കെ ഉള്ളവരിൽ കൂടുതൽ പ്രഷർ നമ്മുടെ വെയിൻസിനൊക്കെ വരും. ഇങ്ങനെ വരുന്നത് വഴി നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവാം. അടുത്തായിട്ട് സ്ത്രീകളിൽ കൂടുതലായി കാണുന്നു. സ്ത്രീകൾക്ക് പൊതുവെ വെരിക്കോസ് വെയിൻ കൂടുതലായി കാണുന്നുണ്ട്. അതിന് കാരണം ചില ഹോർമോണൽ ചേഞ്ചാണ്. നമ്മൾ പീരീഡ്സിന് മുൻപ്, അതുപോലെ ചിലർക്ക് ആർത്തവം നിന്നതിന് ശേഷം, അതുപോലെ പ്രഗ്നൻസിയുടെ സമയത്ത്, ചില ഗർഭനിരോധക ഗുളികകൾ കഴിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ച്, ഈസ്ട്രജൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഇലാസ്റ്റിസിറ്റി, നമ്മുടെ വെയിൻസിനൊക്കെയുള്ള ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും അതുവഴി നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവാം. അടുത്തൊരു കാരണം കൂടുതലായിട്ട് സ്ത്രീകളിൽ എന്തുകൊണ്ട് കാണുന്നു എന്നാണ്. നമുക്കറിയാം, സ്ത്രീകളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ്റെ അളവ് കൂടുമ്പോഴൊക്കെ നമ്മുടെ രക്തക്കൊഴലുകളുടെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു വരുന്നത് കാണാം. അതുവഴി നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവും. പ്രത്യേകിച്ച് പീരീഡ്സിന് മുൻപ്, അതുപോലെ ആർത്തവം നിന്ന ശേഷം, പ്രഗ്നൻസിയുടെ സമയം, ഈ സമയത്തൊക്കെ നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നതായി കാണാം. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഈ വെയിനുകളുടെ ഈ വ്യത്യാസത്തിനോടൊപ്പം തന്നെ നമുക്ക് രക്തത്തിൻ്റെ അളവ് കൂടുതലാണ്. ഇതും വെയിനുകളിൽ പ്രഷർ കൂട്ടും. അതുവഴി നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവാം. ഇതോടൊപ്പം ചിലർക്ക് പാരമ്പര്യമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്ന കാണാം. ചിലതരം ജോലി ചെയ്യുന്നവരിൽ വെരിക്കോസ് വെയിൻ കൂടുതലായി കാണും. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ജോലിക്കാർ, ഇപ്പോൾ ട്രാഫിക് പോലീസ്, അതുപോലെ ടീച്ചേഴ്സ്, ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡയറക്ഷനിൽ മാത്രമേ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുള്ളൂ. തിരിച്ചുള്ള ബ്ലഡ് ഫ്ലോ വളരെ കുറവായിരിക്കും. അതുവഴി അവർക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവാം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ, തയ്യൽ ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ അതുപോലെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ബ്ലഡ് ഫ്ലോ ഉള്ളൂ. അതുവഴിയും വെരിക്കോസ് വെയിനുകൾ ഉണ്ടാവാം. ഇതിന് പുറമെ ഡീപ്പ് വെയിൻ ത്രോംബോസിസും വെരിക്കോസ് വെയിൻ ഒരു കാരണമാകും. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെയൊക്കെ ഉള്ളിലുള്ള ചെറിയ രക്തക്കൊഴലുകൾക്ക് ക്ലോട്ട് വരുന്നത് വഴി ആ പ്രഷർ ബാക്കിയുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള വെയിനിൽ വരുന്നത് കൊണ്ടാണ് ഇവിടെ വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്. ഇതിനോട് പുറമെ തന്നെ നമ്മുടെ ഗർഭാശയ മുഴകളോ അല്ലെങ്കിൽ വയറിൽ വേറെ ഗ്രോത്തോ അങ്ങനെ എന്തോ ഉള്ളവർക്കും വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നതായി കാണാം. ഇനി എന്തൊക്കെയാണ് വെരിക്കോസ് വെയിനിൽ കാണുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം. നമ്മുടെ കാലിലും അല്ലെങ്കിൽ എവിടെയാണോ ബാധിക്കുന്നത് അവിടെ ഇംപ്യൂർ ബ്ലഡ്, അഥവാ അശുദ്ധ രക്തം കെട്ടിക്കിടക്കുകയാണ്. ഇങ്ങനെ അശുദ്ധ രക്തം കെട്ടിക്കിടക്കുന്നത് വഴി ആ കോശങ്ങളിൽ നീർക്കെട്ടുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെ കോശങ്ങളിൽ നീർക്കെട്ട് ഉണ്ടാവുന്നത് വഴി നമ്മുടെ കാലുകൾ എവിടെയാണോ ബാധിച്ചിട്ടുള്ളത് അവിടെ നീർവീക്കം കാണാം. ഇങ്ങനെ നീർക്കെട്ട് ഉണ്ടാവുന്നത് മൂലം കോശങ്ങൾക്ക് വേണ്ട ഓക്സിജൻ കിട്ടുന്നില്ല. ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണ് അവിടെ ഒരു സ്കിന്നിനൊക്കെ ആ ഒരു കളർ ചേഞ്ച് വരുന്നത്. ഒരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ കറുത്ത ഗ്രേ കളറിലോട്ടൊക്കെ സ്കിൻ മാറാൻ കാരണം വേണ്ട രീതിയിലുള്ള ഓക്സിജൻ ആ സ്കിന്നിന് കിട്ടാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് അവിടെയുള്ള കോശങ്ങളുടെ ആരോഗ്യം കുറയും. കോശങ്ങളുടെ ആരോഗ്യം കുറയുമ്പോൾ സ്കിന്ന് കുറച്ചും കൂടി കട്ടി കുറഞ്ഞ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെ ആ ചൊറിച്ചിൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് പൊട്ടി അൾസർ ആവാൻ കാരണമാകും. ഒന്നാമത് അവിടെ ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഈ അൾസർ ഉണ്ടായാലും അത് പെട്ടെന്നൊന്നും ഉണങ്ങാതിരിക്കും.
അതിൽ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്സിജൻ കുറവായതുകൊണ്ടും ഇംപ്യൂർ ബ്ലഡ് കെട്ടിക്കിടക്കുന്നതുകൊണ്ടും ഈ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ തന്നെ അത് പ്രോഗ്രസ് ചെയ്ത് വലിയ വലിയ അൾസറിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനോടൊപ്പം തന്നെ കാലിന് വേദന വരാം, അതുപോലെ കഴപ്പ്, അതുപോലെ കാലിന് പെരുപ്പൊക്കെ തോന്നാം, നല്ല കഠിനമായ വേദന, ഇടയ്ക്ക് വന്നും പോയൊക്കെ നിൽക്കുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ കാലിന് നല്ല തൊലിക്കൊക്കെ കളറ് മാറുന്നത് പോലെയും അവിടെ ചൊറിച്ചിൽ വരാം, ചൊറിഞ്ഞ് അത് പൊട്ടി അൾസർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ കൂടെയുള്ളവരാണെങ്കിൽ ഈ അൾസർ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്ത് പോകാൻ മറ്റ് ശരീരഭാഗത്തേക്ക് കൂടെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി നമുക്ക് വെരിക്കോസ് വെയിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. 6 സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. C0 അതിൽ നിന്ന് പുറത്ത് പ്രത്യേകിച്ച് കാണത്തക്ക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഇനി C1 എന്ന് പറയുമ്പോൾ ചെറിയ വെയിൻസ് ഒക്കെ പ്രോമിനൻ്റ് ആയി കാണാം. ഇനി C2 എന്ന് പറയുമ്പോൾ അതൊരു വെരിക്കോസ് വെയിൻ്റെ ആ ഒരു സ്റ്റേജിൽ വെയിനൊക്കെ കുറച്ചും കൂടി പ്രോമിനൻ്റായി കുറച്ചുകൂടി തടിച്ച് വീർത്ത് നിൽക്കുന്നതായി കാണാം. ഇനി സ്റ്റേജ് 3 എന്ന് പറയുന്നതിൽ അതിനോടൊപ്പം തന്നെ കാലിൻ്റെ കുഴയ്ക്കൊക്കെ നീര് വന്നിട്ടുണ്ടാവും. സ്റ്റേജ് 4 എന്ന് പറയുന്നതിൽ ഇതിനോടൊപ്പം സ്കിൻ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും. സ്റ്റേജ് 5 എന്ന് പറയുമ്പോൾ അൾസർ, ചിലപ്പോൾ അത് ഉണങ്ങിയ അൾസർ ആവാം, എന്നൊരു അൾസറേഷൻ കൂടി ഉണ്ടെങ്കിൽ സ്റ്റേജ് 5. ഇങ്ങനെ 6 സ്റ്റേജസ് ആയിട്ടാണ് വെരിക്കോസ് അൾസറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. കോമൺ ആയിട്ട് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മൾ കാലുകളിലാണ് കാണുന്നത്. ഇതിന് പുറമെ വേറെ പല സൈറ്റിലും ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് പൈൽസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. നമ്മുടെ മലദ്വാരത്തിൻ്റെ അടുത്തുള്ള വെയിൻസിന് വെരിക്കോസ് വെയിൻ വരുന്ന കണ്ടീഷനാണ് പൈൽസ്. രണ്ടാമതായിട്ട് വരുന്നതാണ് വെരിക്കോസീൽ. വെരിക്കോസീൽ എന്ന് പറയുമ്പോൾ വൃഷ്ണസഞ്ചിക്ക് വരുന്ന വെരിക്കോസ് വെയിനാണ്. അവിടെ വരുന്നത് വഴിയായിട്ട് വൃഷ്ണസഞ്ചിക്ക് വീക്കവും അതുവഴി വന്ധ്യത വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ട് സ്ത്രീകളിൽ പ്രഗ്നൻസിയിൽ കാണുന്ന വെരിക്കോസ് വെയിൻ. അത് പൊതുവേ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ പൊതുവേ അത് കുറയാറുണ്ട്. ചിലർക്ക് വെരിക്കോസ് വെയിൻ്റെ പാരമ്പര്യം കൂടെ ഉണ്ടെങ്കിൽ ഇത് പെർസിസ്റ്റ് ചെയ്ത് അത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നിൽക്കാനുള്ള ചാൻസസും ഉണ്ട്. എന്തുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ വെരിക്കോസ് വെയിൻ വരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ പൊതുവേ നമ്മുടെ ബ്ലഡിൻ്റെ എമൗണ്ട് കൂടുതലാണ്. അത് വെയിനിന് കൂടുതൽ പ്രഷർ ഉണ്ടാക്കി അങ്ങനെ വെരിക്കോസ് വെയിൻ ഉണ്ടാവും. രണ്ടാമതായിട്ട് നമുക്ക് ഒരു കുഞ്ഞിൻ്റെ ഭാരം കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ അടിവയറിന് അല്ലെങ്കിൽ നമ്മുടെ അബ്ഡമനിൽ പ്രഷർ കൂടുതലാണ്. ആ ഒരു വെയിറ്റും കൂടി വരുമ്പോൾ അത് വെയിനിന് കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നത് വഴി നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവാം. ഇങ്ങനെ 2 രീതിയിലാണ് പ്രഗ്നൻസിയിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്. ഇത് ഒരു പരിധി വരെ നമുക്ക് കുഞ്ഞ് ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ കുറയാറുമുണ്ട്. ഇതിനോടൊപ്പം തന്നെ സ്ത്രീകളിൽ പ്രഗ്നൻസിയുടെ സമയത്ത് യോനി ഭാഗത്തും വെരിക്കോസ് വെയിൻ കാണാറുണ്ട്. ഇതും ഡെലിവറിക്ക് ശേഷം പൂർണ്ണമായിട്ട് മാറുന്നതായി കാണാം. ഇനി നമുക്ക് വെരിക്കോസ് വെയിൻ തന്നെയാണോ ആ കണ്ടീഷൻ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡോപ്ലർ സ്കാൻ. ഡോപ്ലർ സ്കാൻ ചെയ്യുന്നത് വഴി വെയിൻ്റെ കണ്ടീഷൻ നമുക്ക് പഠിക്കാം. സൗണ്ട് വേവ് പാസ് ചെയ്തുകൊണ്ട് നമുക്ക് രക്തത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ്, എന്തെങ്കിലും ക്ലോട്ട് ഉണ്ടോ, അതുപോലെ അവിടുത്തെ വെയിൻസിലുള്ള വാൽവിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതുവഴി നമുക്ക് എന്താണോ പ്രശ്നം അതിനെ നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് വെരിക്കോസ് വെയിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമൊന്നും വെരിക്കോസ് വെയിനെ വലിയ കാര്യമാക്കി എടുക്കില്ല. കുറച്ച് പ്രോഗ്രസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും സർജറി ചെയ്താൽ മതിയെന്ന്. സർജറി ചെയ്യുമ്പോൾ ചിലപ്പോൾ അപ്പോൾ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമേ കിട്ടുള്ളൂ. ഉടനെ തന്നെ അത് അടുത്ത വെയിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ കണ്ടീഷൻ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ സർജറി ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തണം. എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ വണ്ണം കുറയ്ക്കുക. ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ആ ഒരു പ്രഷർ കുറയ്ക്കാൻ വേണ്ടി തന്നെ വണ്ണം കൺട്രോൾ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ അന്നജ അടങ്ങിയ ഭക്ഷണങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും മധുരങ്ങളും ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളതും കൊഴുപ്പും എണ്ണയും അടങ്ങിയ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. മിക്കവാറും ഈ വെരിക്കോസ് വെയിൻ ഒക്കെ ഉള്ളവർക്ക് മലബന്ധം ഉണ്ടാവുന്നതായി കാണാം. അത് ഒഴിവാക്കാൻ കൂടിയായിട്ട് നമുക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അതിനായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് നോക്കാം. നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക. അതിനോടൊപ്പം തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക. നട്ട്സും ചെറിയ മത്സ്യങ്ങൾ, മത്തി, ചൂര, അയല പോലെയുള്ള മീനുകളൊക്കെ കഴിച്ചതിന് വഴി നമുക്ക് നമ്മുടെ വെയിൻസിന് കുറച്ചും കൂടി സപ്പോർട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ടതാണ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ആനിമൽ പ്രോട്ടീനെ ഡിപ്പെൻഡ് ചെയ്യാതെ വെജിറ്റബിൾ പ്രോട്ടീൻ, കൂടുതലും പയർ, കടല, പരിപ്പ് തുടങ്ങിയവ കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. ഇതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിലേക്ക് ഇഞ്ചിയുടെ അളവ് കുറച്ച് കൂട്ടാം. അത് വഴി നമുക്ക് നമ്മുടെ ക്ലോട്ട് ഉണ്ടാക്കുന്ന ഫൈബ്രിൻ എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ അലിയിച്ച് കളയും. അങ്ങനെ നമുക്ക് ബ്ലഡ് ക്ലോട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. ബീട്രൂട്ടിൽ നൈട്രസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അത് നൈട്രസ് ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. അത് നമ്മുടെ വെയിനൊക്കെ ഡയലേറ്റ് ചെയ്യാനും വെയിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലതാണ്. അതുപോലെ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ്, അതായത് പുളിയൊക്കെയുള്ള ചില ഫ്രൂട്ട്സ്, നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സി കൊളാജൻ, ഇലാസ്റ്റിൻ തുടങ്ങിയ പ്രോട്ടീനുകളെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും.
കൊളാജനും ഇലാസ്റ്റിനും ഒക്കെയാണ് നമ്മുടെ രക്തക്കൊള്ളുകളെയും വെയിൻ്റെയൊക്കെ ഭിത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുവഴി നമുക്ക് കുറച്ചും കൂടി ആരോഗ്യപരമായിട്ടുള്ള ഒരു വെയിൻ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ ആപ്പിള്, അതുപോലെ മുന്തിരി അല്ലെ ബെറീസ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതിൽ റൂട്ടിൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് നമ്മുടെ നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും അതുപോലെ വെയിൻസിനൊക്കെ കുറച്ചും കൂടി സ്ട്രെങ്ത് കൊടുക്കാനും അത് കുറച്ചുകൂടി വികസിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഇതിനോടൊപ്പം തന്നെ ശതാവരി കഴിക്കുന്നത് നല്ലതാണ്. ശതാവരി നമ്മുടെ വെയിൻസിൻ്റെയൊക്കെ ഭിത്തി കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനും അത് കൊളാപ്സ് ചെയ്ത് പോവാതെ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇപ്പം ചെറിയ അൾസറൊക്കെ ഉണ്ടായാലും അത് പെട്ടെന്ന് ഉണങ്ങാനും ഈ ശതാവരി നല്ലതാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ജങ്ക് ഫുഡ്സും ഹോട്ടൽ ഫുഡ്സും ട്രാൻസ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഈ ഗ്ലൂട്ടൻ അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളോടൊക്കെ അലർജി കാണാം. അപ്പോൾ ഈ അൾസറൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടി കഴിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വേഴ്സൺ ചെയ്യും. അൾസറൊക്കെ കുറച്ചുകൂടി സ്പ്രെഡ് ആവാൻ കാരണമാവും. അതുകൊണ്ട് ഇങ്ങനെ അൾസറോ അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ടെൻഡൻസി ഉള്ളവർ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ചപ്പാത്തി അതുപോലെ ഓട്സ് ഒക്കെ കുറയ്ക്കുക. അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ കുറച്ച് വേണം ഉപയോഗിക്കാൻ. അതുപോലെ അൾസർ സ്റ്റേജൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് തൈര് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഒരു എക്സസൈസ് കൂടി നമുക്ക് വേണം. കൃത്യമായ വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെരിക്കോസ് വെയിനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കഠിനമായ വ്യായാമം ചെയ്യാതെ രാവിലെ ഒരു കുറച്ചൊക്കെ ഒരു നിരപ്പായ സ്ഥലത്തൂടെയൊക്കെ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റോക്കിങ്സ് അത് ധരിക്കാവുന്നതാണ്. സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോക്സ് പോലെ നമുക്ക് മസിൽസിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാലിലിടാൻ പറ്റുന്ന ഉറകളാണ്. അത് വാങ്ങിച്ച് ധരിക്കുന്നത് നല്ലതാണ്. ഇതിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പോസ്റ്റർ തന്നെ വരുന്ന ജോലികളാണെങ്കിൽ അതിലൊരു ചേഞ്ച് വരുത്തുക. നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ട് മാത്രമേ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വിചാരിക്കുള്ളൂ. അപ്പോൾ അതിന് ഉപരിയായിട്ട് നമ്മൾ ജോലികളുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് എടുക്കുക. ഒരു 5-10 മിനിറ്റോ ഇരുന്നിട്ട് കാലൊരു ചെയറിലോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളിലോ പൊക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമുക്ക് ആ അശുദ്ധ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലോട്ട് പമ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കാലൊരു തലയണ വെച്ച് പൊക്കി വെക്കുന്നത് നല്ലതാണ്. അതും നമുക്ക് അശുദ്ധ രക്തത്തെ തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കും. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടൊരു ഡയറ്റും അതുപോലെ തന്നെ ഈ കൃത്യമായ വ്യായാമവും ഈ പറഞ്ഞ രീതികളുടെയൊക്കെ കാലിന് കൃത്യമായിട്ടൊരു സപ്പോർട്ടൊക്കെ നൽകുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വെരിക്കോസ് വെയിൻ കൺട്രോൾ ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയും ലഭ്യമാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.